ഫുട്ബോളിലെ ചില പൊതു താരോദയങ്ങളുടെ ആദ്യ വേൾഡ് കപ്പും അതിനോടൊപ്പം ഫുട്ബോൾ ലോകം തന്നെ കണ്ട എക്കാലത്തെയും ചില മികച്ച താരങ്ങളുടെ അവസാന വേൾഡ് കപ്പുമായി 2026 മാറുമ്പോൾ ലോകമെമ്പാടും വേൾഡ് കപ്പിന്റെ ആവേശത്തിലാണ്. നിലവിലെ ലോക ചാമ്പ്യനായ ലിയണൽ മെസ്സിയും ഈ അടുത്ത കാലത്ത് ടീമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും താരമൂല്യമേറിയ സ്ക്വാഡുമായി പോർച്ചുഗലിനോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒരുപക്ഷെ രാജാവാകാൻ കഴിയാതെ പോയ രാജകുമാരൻ നെയ്മർ ജൂനിയറും ഫുട്ബോളിലെ ഏറ്റവും വിശിഷ്ടമായ വേദിയിൽ ഒരിക്കൽ കൂടി ബൂട്ടണിയുമ്പോൾ അങ്ങ് നോർത്ത് അമേരിക്ക മുതൽ ഇങ്ങ് കേരളം വരെയുള്ള ഫുട്ബോൾ പ്രേമികൾ അതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനിഷ്യലി പഴയ ഒരു ആവേശത്തിന് കുറവുണ്ടോ എന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും നമ്മുടെ കേരളത്തിൽ പോസ്റ്ററുകളും കട്ടൗട്ടുകളും ഫാൻ ഫൈറ്റുകളും ഒക്കെയായി ആ ആവേശത്തിന് യാതൊരുവിധ കുറവുമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിന്റെ സംരക്ഷണാവകാശം ജിയോയോ സ്റ്റാറോ സോണിയോ ഒന്നും സ്വന്തമാക്കാതെ വന്നപ്പോൾ ഇത്തവണ വേൾഡ് കപ്പിന്റെ ടെലികാസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന സംശയങ്ങൾ ഉയർന്നെങ്കിലും അവസാന നിമിഷമാണ് യാദൃശ്ചികമായി ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ എല്ലാം രക്ഷകനായി സി എന്റർടൈൻമെന്റ് സീനിലേക്ക് കടന്നു വരുന്നത്. ഇന്ത്യയിൽ OTTയിൽ C5ലാണ് ഇത്തവണ വേൾഡ് കപ്പ് കാണാൻ കഴിയുക. ടിവിയിൽ സി പുതുതായി ലോഞ്ച് ചെയ്ത യുണൈറ്റ് സ്പോർട്സ് ചാനലിലാണ് ഇത്തവണ വേൾഡ് കപ്പ് കാണാൻ കഴിയുക. ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, മലയാളം എന്നീ ലാംഗ്വേജുകളിലും ഇത്തവണ കമന്ററി അവൈലബിൾ ആണ്. ഇതിൽ തന്നെ മലയാളം കമന്ററി സി കേരളം എന്ന ചാനലിലാണ് ഉണ്ടാവുക. ഇത്തവണ മലയാളം കമന്ററിയിൽ ഷൈജു ദാമോദരനും ഉണ്ടാകും. മലയാളം കമന്ററി ലഭിക്കുന്ന സി കേരളത്തിന്റെ ചാനൽ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇനി യുണൈറ്റ് സ്പോർട്സ് എന്ന ചാനലിന്റെ ചാനൽ നമ്പർ പരിശോധിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും. ഇതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.